ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള തന്തൂരി ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിത് നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു തന്തൂരി ചിക്കൻ റോസ്റ്റാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായി പേസ്റ്റാക്കിയത്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു അല്പം ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 വലിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി 2 സൈഡൊക്കെ നന്നായി വരഞ്ഞ് കൊടുക്കുക. അപ്പോഴാണ് ശരിക്കും മസാലയൊക്കെ ഉള്ളിൽ നന്നായി പിടിക്കുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ മസാലയിലൊന്ന് നന്നായി പുരട്ടി കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അരമണിക്കൂറാണ് വെക്കുന്നതെങ്കിൽ പുറത്ത് വെച്ചാൽ മതി. അതിനും കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കുന്നതിനും ഒരു 15-20 മിനിറ്റ് മുമ്പായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം വേണം ഇത് വറക്കാനായിട്ട്. പിന്നെ നമുക്കൊരു പാനിൽ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച്, അതായത് 1 ടേബിൾ സ്പൂൺ മതിയാവും, അത്രയും ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ചൂടാക്കിയെടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ മേലെ ഒരുപാട് മസാലകൾ നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഭാഗം മസാല ഇങ്ങനെ ഇരുന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ചിക്കനിൽ നിന്ന് മസാല മാറ്റിയതും ഒക്കെ ആയിട്ട് കുറച്ച് മസാല ബാക്കിയുണ്ട്, നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, തുറന്ന് വെച്ച് തന്നെ ഫ്രൈ ചെയ്യുക. അപ്പോൾ ഒരു ഭാഗമായി എന്ന് കാണുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി, എന്നാലാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വരുള്ളൂ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി വേറെ എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഓയിൽ വളരെ കുറവാണ് നമുക്കിതിലേക്ക് വേണ്ടൂ. ഇപ്പോൾ ഇവിടെ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പുകമണം വേണം, ഒരു ചുട്ട മണം വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നടുക്കിൽ. ഇതിലേക്ക് നമുക്ക് ചാർക്കോൾ നന്നായി ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കനലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായി പുക വരുന്നുണ്ട്. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് ഇതിന് കിട്ടും. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഞാനൊരു 2 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായി വാടി വരണം. ഇതേപോലെ വാടി വന്നു കഴിഞ്ഞാൽ മാത്രം ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് നീളൻ അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റുക. അപ്പോൾ ഇതും നന്നായി വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ചിക്കനിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് മസാല ഉണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 മീഡിയം സൈസുള്ള തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട, ചെറുതായി ഒന്ന് ശരിക്കും അരയാത്ത പോലെ കുറച്ചൊക്കെ ഒന്ന് കഷ്ണങ്ങളായി കിടന്നാലും കുഴപ്പമില്ല, അങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ എരിവും ഉപ്പും ഒക്കെ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഇളക്കിയെടുക്കുക. പിന്നെ മസാല നോക്കിയിട്ട് മസാലയിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ചിക്കനും മസാലയൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്യാം.
ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയില നന്നായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തന്തൂരി ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ മസാലയാണിത്. നിങ്ങൾക്ക് ആ ചുട്ട മണം, ആ ഒരു പുക മണം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. സാധാ പോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ മസാലയാക്കി ഇട്ടാൽ മതി. കാരണം നമ്മളിത് കഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടാവും. അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ഒഴിവാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.